വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അറിയാമല്ലോ, കണ്ണൂരിൽ പെരുങ്കളിയാട്ടം ആരംഭിച്ചു കഴിഞ്ഞു. നാട്ടിലുള്ള പഴയ കലാപ്രതിഭകളൊക്കെ വേഷമിട്ട് അരങ്ങത്തെത്തിയിട്ടുണ്ട്. ആയിരം പാദസരങ്ങൾ ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ ഇതൊക്കെ ചെറുത്. ഇങ്ങനെ എത്രയെത്ര കലാപ്രതിഭകളാണ് രാഷ്ട്രീയക്കാരുടെ മേലങ്കി അണിഞ്ഞ് കണ്ണൂരിൽ പതുങ്ങിയിരിക്കുന്നത് എന്നറിയാമോ? എനിക്ക് നാടക മത്സരമാണ് ഇഷ്ടം. ഞാൻ 10ാം ക്ലാസ്സിൽ ശ്രീകണ്ഠപുരം ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ കലോത്സവത്തിൽ മിമിക്രിയിലൊക്കെ 1ാം സമ്മാനം വാങ്ങിയ ആളാണ്. പിന്നെ അന്ന് ഞങ്ങൾ ഹിന്ദി നാടകം അഭിനയിച്ചിരുന്നു. ഹിന്ദി നാടകം അഭിനയിച്ച് അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി. പക്ഷേ അന്ന് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം തമിഴ്നാട്ടിൽ വളരെ അക്രമാസക്തമായിട്ട് ആളിപ്പടരുന്നൊരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ഈ ഹിന്ദി നാടകം വേണ്ടെന്ന് അവസാനം തീരുമാനിക്കേണ്ടായത്. പക്ഷേ ഹിന്ദി നാടകത്തിൽ ഞങ്ങളുടെ SLCയിൽ ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കൾ നന്നായിട്ടത് അഭിനയിച്ച് പരിശീലിച്ച് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരുന്നു. നാടകമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. CK പത്മനാഭനും സുഹൃത്തുക്കളും ചേർന്ന് അവതരിപ്പിക്കുന്ന നാടകത്തിലേക്ക്. എന്റെ നേതാവാണ് മനസ്സിലായി. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയാണ്. നാടകത്തിന്റെ പേര് ചിന്തൻ ബൈടെക്. ഞാൻ പറഞ്ഞ ഒരു ആശയപരമായ സംവാദത്തിന് ഞാൻ തയ്യാറാണ്. ഞാനിത് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അല്ല, രാധാകൃഷ്ണന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ പൊതുവായിട്ടുള്ള കാര്യം പറയണം. ഏത് വിഷയത്തിൽ ഇപ്പോൾ നമുക്ക് ജഗ്വര എടുക്കാം. ഞാനൊന്ന് സൂചിപ്പിച്ച് വരുന്നത്, ഒരു പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ സർഗാത്മകമായിരിക്കും. കാരണം നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ നടന്നുള്ള സർഗാത്മകമായ രീതിയിലുള്ള പ്രതിരോധമാണ്. ഇപ്പോൾ ഹിന്ദുത്വ ആശയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏകാത്മ മാനവ ദർശനത്തെക്കുറിച്ചോ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തെക്കുറിച്ചോ ആശയപരമായ സംവാദമാകാം. ഇത് ചഗ്വേരയെപ്പോലുള്ള ആളുകൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പ് ഇവർ അവതരിപ്പിക്കട്ടെ. ആരാണ് ചഗ്വേര? ചഗ്വേരയുടെ നിലപാടെന്തായിരുന്നു? ഞാൻ ചെഗുവേരയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബൊളീവിയൻ ഡയറി വായിച്ചിട്ടുണ്ട്. ക്യൂബയെക്കുറിച്ചും മറ്റൊക്കെ VR കൃഷ്ണയ്യരെ പോലെയുള്ള വലിയ ആളുകൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഒരു അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ചെഗുവേര എന്നുള്ളതാണ്. ചഗ്വേരയ്ക്ക് ലോകത്തിന് മുമ്പാകെ ചഗ്വേര വച്ചിട്ടുള്ള ഉദ്ദേശങ്ങൾ എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എന്തായിരുന്നു? അത് പരീക്ഷിക്കുമ്പോഴാണ് ഭയാനകമായ രീതിയിൽ ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ ഈ മതമേലധ്യക്ഷന്മാരെ മുഴുവൻ വെട്ടി നുറുക്കിയ കൊന്നേ. ചെഗുവേരെ അദ്ദേഹം സ്വീകരിച്ച മാർഗം സായുധ വിപ്ലവത്തിൻ്റെ മാർഗ്ഗമാണ്. അതിനോട് നമുക്ക് യോജിപ്പില്ല. പക്ഷേ ആ സായുധ വിപ്ലവത്തിൻ്റെ മാർഗ്ഗത്തോട് അങ്ങേയറ്റം സത്യസന്ധത പുലർത്തിയിട്ടുള്ള, അദ്ദേഹം വിശ്വസിച്ച ആ മാർഗത്തോട് അങ്ങേയറ്റം സത്യസന്ധത അദ്ദേഹം പുലർത്തിയിട്ടുണ്ട്. ഫിഡൽ കാസ്ട്രോ 1959 ഭരണം ആരംഭിച്ചപ്പോൾ ആ ഫിഡൽ കാസ്ട്രോവിൻ്റെ ഭരണത്തിന് കീഴിൽ ചഗ്വേര കബാന എന്ന് പറയുന്ന ജയില്, ആ ജയിലിൻ്റെ മേധാവിയായി നിയോഗിക്കപ്പെട്ടു. 1959 ജാനുവരി മാസം 2-ാം തീയതി മുതൽ ജൂൺ മാസം 12-ാം തീയതി വരെയുള്ള
പരിമിതമായ കാലയളവിലാണ് അദ്ദേഹത്തിന് ജയിലിൻ്റെ ചുമതലയുണ്ടായത്. ആ ജയിലിൻ്റെ ചുമതല വഹിക്കുമ്പോൾ ചഗ്വേര നടത്തിയിട്ടുള്ള കിരാതമായ കൊലപാതക പരമ്പരകൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആഫ്രിക്കൻ വനാന്തരങ്ങളിലും ആഫ്രിക്കൻ പ്രദേശങ്ങളിലും താമസിച്ചിരുന്ന പാവപ്പെട്ട കറുത്തവർഗക്കാരോട് അങ്ങേയറ്റം പുച്ഛത്തോടു കൂടിയുള്ള സമീപനമായി. ഞാൻ അദ്ദേഹത്തിൽ കണ്ട എനിക്ക് അദ്ദേഹത്തിനോട് ബഹുമാനം തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ ക്യൂബൻ വിപ്ലവം വിജയിച്ച് ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോവിൻ്റെ നേതൃത്വത്തിൽ ഭരണം വന്നപ്പോൾ ആ ഭരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി പദവി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം വിദേശ വകുപ്പിൻ്റെയും കൂടി മന്ത്രിയായിരുന്നു. ആ വിദേശ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന കാലത്ത് നിരവധി വിദേശ രാഷ്ട്രങ്ങളിൽ അദ്ദേഹം പര്യടനം നടത്തിയിട്ടുണ്ട്. സാധാരണ നിലയ്ക്ക് ഒരു വിദേശ വകുപ്പ് മന്ത്രി വരുമ്പോൾ ആചാരപരമായിട്ട് രാജ്യത്തിൻ്റെ പ്രതിനിധികൾ പോയി സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന പരിഗണന കൊടുത്തു വലിയ വലിയ ആർഭാടും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള അധികാരത്തിൻ്റെ ഒരു ശീതള ഛായയിൽ ഇരുന്നൊരു വ്യക്തി അത് പരിത്യജിക്കുകയാണ്, അതുപേക്ഷിക്കുകയാണ്. അതുപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ബൊളീവിയൻ കാടുകളിലേക്ക്, ലാറ്റിൻ അമേരിക്കൻ നാടുകളുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഗറില്ല വിപ്ലവത്തിന് വേണ്ടി പോവുകയാണ് അദ്ദേഹം. പുതിയ തലമുറയ്ക്ക് ചഗ്വേര ആരാണെന്ന് അറിയില്ല. ചഗ്വേരക്ക് വലിയ പരിവേഷം കൊടുക്കുന്നു. സാധാരണ നിലയ്ക്ക് ഈ പരിത്യജിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ, സുഖവും സൗകര്യവും ആർഭാടവും അധികാരത്തിൻ്റെ ഒരു പകിട്ടുണ്ടല്ലോ, ആ ഒരു സൗകര്യങ്ങളെ പരിത്യജിക്കുവാനുള്ള ഒരു മനോഭാവം ഈ ചെഗുവേര കാണിച്ചിട്ടുണ്ട്. കൊല ഒരു വലിയ കലയായിട്ടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹം 6 മാസം ഗർഭിണിയായ ആളെ വെടിവെച്ച് കൊന്നു. ഇത് തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോയി. ഇതിനെ സംബന്ധിച്ചുള്ള ഒട്ടനവധി വാർത്തകൾ ഈ കാലയളവിൽ പുറത്തു വന്നിട്ടുണ്ട്. ടെലഗ്രാഫ്, UK നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ടെലഗ്രാഫും ടൈം മാഗസിൻ്റെ 2014 ഒക്ടോബർ മാസം 28 ടൈം മാഗസിൻ്റെ ഹെഡിങ് ഇതാണ്. ആ ഹെഡിങ് അവർ ഉയർത്തിപ്പിടിക്കാനുള്ള കാരണം തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ആളുകൾ, അരാജകത്വം സൃഷ്ടിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്കാണ്. അത് എനിക്ക് പലപ്പോഴും തോന്നിയത്, നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ രോഗം, പിന്നെ അതുപോലെ മരണം, മറ്റ് ദുരിതങ്ങൾ, ഇതൊക്കെ കണ്ട് വേദനിച്ചിട്ടുള്ള സിദ്ധാർത്ഥ രാജകുമാരൻ തൻ്റെ കൊട്ടാരം വിട്ട് അർദ്ധരാത്രി അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സിദ്ധാർത്ഥ രാജകുമാരൻ്റെ പരിത്യാഗമുണ്ടല്ലോ, അതുപോലൊരു പരിത്യാഗത്തിൻ്റെ ഒരു സ്വഭാവം സത്യത്തിൽ ഈ ചെഗുവേരയുടെ കാര്യത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. കഞ്ചാവ് വലിച്ചിരിക്കുന്ന ചെഗുവേരയുടെ ഫോട്ടോ അത് ബനിയനുകളായി സ്വീകരിക്കുന്നു. പരിത്യജിക്കുക എന്നുള്ളത് ഭാരതത്തിൻ്റെ ഒരു പ്രത്യേക സംസ്കാരമാണത്. അപരിഗ്രഹം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു അതുണ്ടത്. നമുക്ക് കിട്ടുന്നതിന് നമ്മൾ വേണ്ടാതെ പ്രത്യേകിക്കുക സൗകര്യങ്ങൾ. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ്, ഒരു വിപ്ലവകാരിയായിട്ടാണ് ഞാൻ ചെഗുവേരയെ കണ്ടത്. കേരളത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ DYFIയും കമ്മ്യൂണിസ്റ്റുകാരും വച്ചിട്ടുള്ള ചഗ്വേരയുടെ പടങ്ങൾ എടുത്തു മാറ്റണം. ചഗ്വേര ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ആളാണ്. ഞാൻ ഈ ചെഗുവേരയെക്കുറിച്ചിട്ട് ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് പഠനശിബിരത്തിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചെഗുവേരയുടെ ചരിത്രം പഠിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കുള്ള ഒരു നിലപാടതാണ്. മനസ്സിലായല്ലോ, ചെഗുവേരയുടെ CKPക്കുള്ള നിലപാട് മനസ്സിലായല്ലോ. ഇനി മനസ്സിലാവാനുള്ളത് CKPയുടെ മനസ്സിലിരിപ്പാണ്. അത് ഇടവേള കഴിഞ്ഞിട്ട് പരിശോധിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ CK പത്മനാഭൻ ചെഗുവേരയെ പരിത്യാഗിയായി കാണുന്നു, സിദ്ധാർത്ഥ രാജകുമാരന് തുല്യനായി കാണുന്നു. എന്നുവെച്ചാൽ പത്മനാഭൻ CPMലേക്ക് വഴി തേടുകയാണ് എന്ന് പൊളിമിക്സിന് തോന്നുന്നു. എനിക്ക് നമ്മുടെ എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒരു കാലത്ത് CPMൻ്റെ നമ്മുടെ കുടുംബം CPM ആയിരുന്നു. CPMൻ്റെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലം മുതലുള്ള കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് എൻ്റെത് എന്ന് അറിയാമല്ലോ. പക്ഷെ ഞാൻ അതിൽ നിന്ന് രാഷ്ട്രീയം മാറി രാഷ്ട്രീയ സ്വയംസേവക സംഘം, ജനസംഘം, പിന്നെ അടിയന്തരാവസ്ഥയിൽ ജനതാ പാർട്ടി, പിന്നെ ഭാരതീയ ജനതാ പാർട്ടി, ഇതൊരു വലിയ ഒരു പരിവർത്തനം നടന്ന് കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ CPMലേക്ക് പോകേണ്ട കാര്യം എന്താ? എനിക്ക് CPMലേക്ക് പോകേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടായിട്ടില്ല. അത് ചില ആളുകൾ പടച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രചരണം എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഞാൻ അതിനൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. പിന്നെ മൊത്തം പരിത്യജിച്ച് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണോ? സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇനി ഇല്ലേ?
അല്ല, സജീവ രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പരിമിതിക്കകത്തും എൻ്റെ പരിധിക്കകത്തും എൻ്റെ കഴിവിനും അനുസരിച്ചിട്ടുള്ള പ്രവർത്തനം ബി ജെ പിയിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യും. ബി ജെ പി ഇന്ന് ഉള്ള പാർട്ടികളിൽ വെച്ച് ഏറ്റവും നല്ല പാർട്ടി ബി ജെ പിയാണ്. അതുകൊണ്ട് ഞാൻ ബി ജെ പിയിൽ നിൽക്കുന്നു. കേട്ടില്ലേ? ഉള്ളതിൽ മെച്ചം ബി ജെ പി ആയതിനാൽ ബി ജെ പിയിൽ നിൽക്കാമെന്ന്. തമ്മിൽ ഭേദം തൊമ്മൻ സിദ്ധാന്തം തന്നെ. ആകെ മൊത്തം ടോട്ടൽ നോക്കുമ്പോൾ വൈരാഗിയായി കഴിഞ്ഞ ലക്ഷണമുണ്ട്. ഈ രാഷ്ട്രീയമാണ് പരമപ്രധാനം എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥമില്ല. രാഷ്ട്രീയം നമ്മുടെ പൊതുവെയുള്ള നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സമൂഹത്തിലെ ഒരു ഭാഗം മാത്രമാണ് രാഷ്ട്രീയം. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ അധികാരം കൈകാര്യം ചെയ്യുന്നത്, അധികാര കേന്ദ്രങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അതിന് ആകർഷകത്വം കൂടും. അതുകൊണ്ട് അതിനോടൊരു അഭിനിവേശം ആളുകൾക്ക് ഉണ്ടാവും. അധികാരത്തെ ഒരു വലിയ ലഹരിയും ആഘോഷവുമാക്കി മാറ്റുന്ന ആളുകളുണ്ട്. അങ്ങനെ വരട്ടെ, അതാണ് കാര്യം. അധികാര രാഷ്ട്രീയം മടുത്തു. അതൊന്നും എല്ലാ കാലത്തും നിലനിർത്തി കൊണ്ടുപോകാൻ സാധ്യമല്ല. അത്തരം കാര്യങ്ങൾ അധികാരം വാസ്തവത്തിൽ വലിയൊരു മയക്കുമരുന്ന് പോലെ തന്നെയുള്ള ഒരു മഹാവിപത്താണ് ഈ അധികാരത്തിൻ്റെ ലഹരി. മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ആ വ്യക്തിക്കേ ഉള്ളൂ. അധികാരത്തിൻ്റെ ലഹരി വന്ന ആൾ ഒരു രാജ്യത്തെ തന്നെ നശിപ്പിച്ച് കളയും. ഇപ്പോൾ ഹിറ്റ്ലർ 2ാം ലോകമഹായുദ്ധം നടത്തിയപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പിലും ലേബർ ക്യാമ്പിലും ഒക്കെ വെച്ചിട്ട്. അദ്ദേഹം മദ്യപിക്കാറുണ്ടായിരുന്നില്ല, പുകവലിക്കാറുണ്ടായിരുന്നില്ല, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വെജിറ്റേറിയൻ ആണോ എന്ന് പറയാൻ പറ്റില്ല. ജർമ്മൻകാരനാണല്ലോ, വെജിറ്റേറിയൻ ആവാൻ സാധ്യതയില്ല. പക്ഷേ അദ്ദേഹം മദ്യപിക്കാറുണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവ വിശേഷങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അധികാരഭ്രാന്ത് അതൊരു ലഹരിയായിട്ട് വന്നപ്പോൾ അത് ലോകമഹായുദ്ധത്തിന് വഴിവെക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തീരാത്ത ദുരിതം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ അധികാരം എന്നുള്ളത് അത് വളരെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, ഈ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. ഇത് പരിത്യജിക്കാനുള്ള ഈ പരിത്യജിക്കുക എന്നുള്ള ഒരു സംസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് മഹാത്മാഗാന്ധിജിക്കൊക്കെ അത്തരത്തിലുള്ള പരിത്യാഗത്തിൻ്റെ ഒരു വലിയ സംസ്കാരം ഉണ്ടായിരുന്നു. പരിത്യാഗത്തിൻ്റെ സംസ്കാരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗാന്ധിജി മാത്രമല്ല ചെഗുവേരയും മാതൃകയാണ് എന്ന് പഠിപ്പിച്ച CK പത്മനാഭനെ ഇനി BJP എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രമേ അറിയാനുള്ളൂ. ചാണകത്തിൽ കുളിപ്പിച്ച് ശുദ്ധം ചെയ്തെടുക്കുമെന്ന് കരുതി സമാധാനിക്കാം. ഏതായാലും പരിത്യാഗികളുടെ ഒരു ഘോഷയാത്ര വരുന്നുണ്ട്. സ്വന്തം പുസ്തകം പരിത്യജിച്ച ഒരു എഴുത്തുകാരനാണ് മുന്നിലുള്ളത്. അതാണ് ഏക സമാധാനം. എഴുത്തുകാർ ചെറുത്തു
ദേശീയ ഗാനത്തെക്കുറിച്ച് എന്തോ പരാമർശമുണ്ട് എന്നതായിരുന്നുവല്ലോ ആ നോവലിനെതിരെയുള്ള ആരോപണം. അതിന് കേസെടുത്തത് പിണറായിയുടെ പോലീസും. സത്യത്തിൽ ആരെയാണ് നോവലിസ്റ്റ് പേടിക്കുന്നത്? RSSനെയാണോ CPMനെയാണോ? പിന്നെ ഇവിടെ ചോദിച്ചൊരു ചോദ്യം RSSനെയാണോ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് CPMനെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആരെയാണ് ഭയക്കേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല. കാര്യം വെച്ചാൽ എനിക്കെതിരെ ആരാ കേസ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ആരാണ് എനിക്കെതിരെയുള്ള ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് ആരെയും ഭയമൊന്നും ഉണ്ടായിട്ടല്ല. ജീവിക്കാനുള്ള ഒരു മിനിമം അവകാശത്തിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. എന്നാൽ പോട്ടെ, തിരിച്ചു ചോദിച്ചാലോ? RSS ആണോ CPM ആണോ രാഷ്ട്രീയമായി ശരി? പിന്നെ RSS ആണോ രാഷ്ട്രീയമായി നല്ലത്, CPM ആണോ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും ഉത്തരം പറയേണ്ട ആളല്ല ഞാൻ. എങ്കിലും അതൊന്നും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉള്ളടക്കത്തിൻ്റെ കാര്യം കഴിഞ്ഞാൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു ചെറിയ വായനയിൽ നിന്നൊക്കെ തോന്നിയിട്ടുള്ളത്. രണ്ടിടത്തും ഫാസിസം ഒരുപോലെ നിലനിൽക്കുന്നതായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സഖാക്കൾ സ്വാഭാവികമായിട്ടും ഇത് RSSകാർ ചെയ്തതാണെന്ന് പറയുകയും കേരളത്തിൻ്റെ പുറത്തും അല്ലാതെയും RSSകാരും വേറെ BJP സംഘടനകളും ഒക്കെ തന്നെ ഹൈന്ദവ സംഘടനകളും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പം പുതിയ കൂട്ടായ്മകളുണ്ടാക്കി. ഇപ്പോൾ MDയുടെ കാര്യത്തിൽ, കമലിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ അവരോടൊപ്പം തന്നെയാണ്. പക്ഷേ അവരാരും എൻ്റെ കൂടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതെന്തുകൊണ്ടാണെന്ന് എന്തായാലും കേരളം ആലോചിക്കേണ്ടതുണ്ട്. ഈ കമലിൻ്റെയും മുഴുവൻ പേര് കമാലുദ്ദീൻ എന്നായിരിക്കും. അതുകൊണ്ടാണല്ലോ വെൽഫെയർ പാർട്ടിയും യൂത്ത് ലീഗും കൂടെ നിൽക്കുന്നത്. ഏതായാലും ഈ തീക്കളിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ UDFനെ ശക്തിപ്പെടുത്താം. അതായിരിക്കും നല്ലത്. UDFനെ ശക്തിപ്പെടുത്തണമെങ്കിൽ ആദ്യം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം. അത് നടക്കണമെങ്കിൽ ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിയെ മെരുക്കിയെടുക്കണം. മെരുങ്ങി കൊടുക്കാനായി ഉമ്മൻചാണ്ടി ദില്ലിയിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് പരാതിയില്ല, ഒരു ഡിമാൻഡും ഇല്ല. ഇവിടുന്ന് ഇപ്പം എന്നെ വിളിച്ചു, ഞാൻ വന്നു, സംസാരിച്ചു, സംഘടനാ കാര്യങ്ങൾ പറഞ്ഞു, അത് മാത്രം. ഉമ്മൻചാണ്ടി ഒറ്റയ്ക്കല്ല, ഉമ്മൻചാണ്ടിയും മകനുമാണ് ദില്ലിയിലെത്തിയത്. അവർ സോണിയാഗാന്ധിയെയും മകനെയും കണ്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റുന്ന ഒരൊറ്റയാളെ ഇപ്പോൾ കോൺഗ്രസിലുള്ളൂ, സാക്ഷാൽ AK ആന്റണി. എന്നെ കൂടെ ഞാനും കൂടെ എന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു സെൻസേഷണൽ വാർത്ത ഉണ്ടാക്കാൻ ഞാൻ കാരണക്കാരനാകത്തില്ല. അത് ഞാനില്ല. എനിക്ക് പറയാനുള്ളത് പൊതുവായി ഞാൻ ഇന്നത്തെ പാർട്ടിയുടെ സ്ഥിതിയെക്കുറിച്ചാണ്. ഞാൻ പാർട്ടിയുടെ സ്ഥിതിയിൽ ഞാൻ ദുഃഖിതരാണ്. ദുഃഖിച്ച് കരയാൻ മാത്രം വലിയ അവസ്ഥയിലാണോ കേരളത്തിലെ കോൺഗ്രസ്? എന്താണാവോ അത്ര വലിയ ദുരിതാവസ്ഥ? എല്ലാവരുടെയും കാലിനടിയിലെ മണ്ണ് കുറച്ച് പോയിട്ടുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കി യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളണം. സ്തുതിപാഠകർ പറയുന്ന ഒരു നേതാവും വിശ്വസിക്കരുത്. വിമർശകർ പറയുന്നതാണ് കുറച്ച് ഉൾക്കൊള്ളുന്നതാണ് നല്ലത്. ഒരുമിച്ച് പോയാൽ എല്ലാവർക്കും നല്ലത്. പക്ഷെ എല്ലാവരുടെയും അതുപോലെ പാർട്ടിയുടെയും കാലിനടിയിലെ മണ്ണ് കുറെ ഒലിച്ചു പോയിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരുടെയും കാലിനടിയിലെ മണ്ണ് കുറെ ഒലിച്ചു പോയിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നല്ലത്. എനിക്ക് ആരെയും നിയന്ത്രിക്കാനുള്ള അധികാരമില്ല. സ്തുതിപാഠകർ പറയുന്നത് ഉമ്മൻചാണ്ടിയും സുധീരനും വിശ്വസിക്കരുത് എന്നാണോ? അത്രയും ചർച്ചയ്ക്ക് ഞാനില്ല. എനിക്ക് പറയാനുള്ള പൊതുവായ നിങ്ങൾ ചോദിച്ചു, എന്റെ പൊതുവായ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. വ്യക്തികളെ ചുറ്റിപ്പറ്റിയുള്ള അഭിപ്രായം ഞാൻ പറയത്തില്ല, ഒരിക്കലും ഞാൻ പറയത്തില്ല.
എന്നാൽ പിന്നെ കോൺഗ്രസിനെ ഊർജ്ജസ്വലമാക്കാൻ പൊതുവായിട്ട് എന്താണാവോ ചെയ്യാനുള്ളത്? കേരളം ഇന്ന് ചെറുപ്പക്കാരുടെ നാടാണ്. കേരളത്തിലെ ജനസംഖ്യയിൽ 50% 30 വയസ്സിൽ താഴെയുള്ളവരാണ്. 65% 40 വയസ്സിൽ താഴെയുള്ളവരാണ്. അവരെ ആകർഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ഊർജ്ജം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ജനകീയ അടിത്തറ ഉണ്ടാകുന്നത്? അതിനുള്ള പരിപാടികളെക്കുറിച്ചാണ് എൻ്റെ സഹപ്രവർത്തകന്മാർ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്. അല്ലാതെ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പാർട്ടിയുടെ മാത്രമല്ല എല്ലാവരുടെയും കാലിനടിയിലെ മണ്ണ് കുറച്ച് ഓർന്നു പോയെന്നാണ് എൻ്റെ അഭിപ്രായം. ആന്റണിയുടെ സ്നേഹിതന്മാരെന്നാൽ സുധീരനും ഉമ്മൻചാണ്ടിയും പണ്ടേയുള്ള സ്നേഹിതന്മാരാണ്. KSU കാലം മുതലുള്ള സ്നേഹിതന്മാർ. അവർ പരസ്പരം കുറ്റം പറഞ്ഞു നടക്കുന്നതാണോ ഇതിനൊക്കെ കാരണം? ആന്റണി ഒരു പൊതുവായ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിനകത്ത് അങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള മാധ്യമങ്ങളിൽ വരുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരുമായി സംസാരിച്ച് തീരാവുന്ന വിഷയങ്ങളല്ലാതെ കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളായിട്ട് അപരിഹാര്യമായ ഒന്നുമില്ല. എല്ലാം പരിഹരിച്ചു പോകും. പ്രത്യേകിച്ചും എല്ലാവരും കൂടി ചേർന്ന് ഒറ്റക്കെട്ടായി പോകാനാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണോ ഇനി മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നറിഞ്ഞില്ല, ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ കാണാൻ ദില്ലിയിലേക്ക് പോയപ്പോൾ സുധീരൻ പാണക്കാട്ടാണ് അഭയം തേടിയത്. പാണക്കാട് വരിക, തങ്ങളെ കാണുക, തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ ലീഗ് നേതൃത്വവുമായി ആശയവിനിമയം നടത്താൻ സാധിക്കുക എന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ UDF ഒരുപാട് സമരപരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടി നിർത്തണമെന്ന് ലീഗ് ഇടയ്ക്കിടയ്ക്ക് അന്ത്യശാസനം കൊടുക്കുന്നത് കൊണ്ടായിരിക്കുമോ ഇനി KPCC പ്രസിഡന്റ് കൊടപ്പനക്കൽ തറവാട്ടിലെത്തിയത്? കഴിഞ്ഞതൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ലീഗ് പറഞ്ഞതും പ്രവർത്തനം ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകണമെന്നാണ്. അത് തന്നെയാണ് KPCC പ്രസിഡന്റ് തങ്ങളുമായിട്ട് ചർച്ച ചെയ്തത്. എല്ലാവരുടെ ഉദ്ദേശം ഒരൊറ്റ ഉദ്ദേശമാണ്, UDFനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുക. UDFന്റെ ശക്തിക്ക് കുറവ് വരുന്ന ഒരു പ്രവർത്തനവും ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോവുക. ഏതായാലും തങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നതും കൺവെൻഷനിൽ പങ്കെടുക്കുന്നതും ആ സമ്മേളനത്തിന് കൂടുതൽ ഊർജം പകരും. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതൊക്കെ തങ്ങളും സുധീരൻ പറഞ്ഞതൊക്കെ കുഞ്ഞാലിക്കുട്ടിയും തലകുലുക്കി സമ്മതിച്ച സ്ഥിതിക്ക് എല്ലാം ശരിയാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പൊളിമിക്സ് ഇവിടെ നിർത്തുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.